അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരീ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ അത് ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നോ, ഹൃദയത്തെ അത് ബാധിക്കുന്ന ഗുരുതരാവസ്ഥ എന്ത് എന്ന വിഷയം നാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഥവാ ഇസ്മ, ഹൃദയത്തിൽ വരുന്ന കറുത്ത കുത്തുകൾ, അത് വളർന്ന് കറയായി മാറുന്നത്, പിന്നീടത് അഖിന്നത്തായി മാറുന്നത് അഥവാ ഒരു മൂടി വരുന്നത്, പിന്നീടത് ഗിലാഫ് ഉൽഫ് ആയി മാറുന്നത്, അതിനെ ആകെ കവറായി ആകെ മൂടുന്ന ആകെ പൊതിയുന്നതായി മാറുന്നത്, പിന്നെ അത് തബഅ് മുദ്രയടിക്കപ്പെടുന്ന, പിന്നെ അത് ഖത്മ് അതിന്മേൽ സീല് വരുന്ന, എല്ലാം ഹൃദയത്തിൽ പാപങ്ങൾ കുന്നുകൂടി ഈ അവസ്ഥയിലേക്ക് എത്തുന്ന ഗുരുതരമായ അവസ്ഥ നാം വിവരിച്ചു. ഒരു വിശ്വാസി പാപത്തിൻ്റെ വിഷയത്തിൽ ജാഗ്രത പുലർത്തുന്നവനായിരിക്കും. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അതിനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും, ക്ലീനാക്കിക്കൊണ്ടിരിക്കും. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാകുമ്പോൾ, അഥവാ ഹൃദയത്തിൻ്റെ ഈ ഗുരുതരാവസ്ഥ വരാതെ അല്ലാഹു ഹൃദയത്തെ ശുദ്ധീകരിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്ന പരലോകത്ത് മാത്രമാണ് പാപം എന്നല്ല ഒരു വിശ്വാസി ധരിക്കുന്നത്. ഹിദായത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം സീലും മുദ്രയും വരുന്ന തരത്തിൽ ഹൃദയം ഈ ലോകത്ത് തന്നെ അതിന് ഒരു ശിക്ഷയായി വരുന്ന അവസ്ഥ ഉണ്ട് എന്നും അതിനെ ജാഗ്രതയോടുകൂടെ ഒരു വിശ്വാസി നോക്കിക്കൊണ്ടിരിക്കുമെന്നും നാം വിവരിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു പേരിൽ വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു പാപത്തിൻ്റെ ഭാഗമാണ് ഖതീഅത്ത്. ഖതീഅത്തിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഖതീഅത്ത്? എന്താണ് ഖതായ? അത് എവിടെയാണ്, എങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നത്? അതിൻ്റെ ഗുരുതരാവസ്ഥ എന്ത് എന്നൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്, ക്ലിയറാകേണ്ടതുണ്ട്, വ്യക്തമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. നമുക്ക് ഒരു വചനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്ത ഒരു വചനത്തിലൂടെ നമുക്കത് തുടങ്ങാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിന്നും നിവേദനം ചെയ്ത ഒരു വചനം അവിടുന്ന് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിരിക്കുന്നു, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ, ഒരാൾ വുളൂ ചെയ്തു, ആ വുളൂഇനെ ഇഹ്സാനായ രൂപത്തിൽ ചെയ്തു, അഥവാ അല്ലാഹു കാണുന്നുണ്ട്, നോക്കി നിൽക്കുന്നു, ഈ കർമ്മം അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കർമ്മം എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് നിർവഹിക്കുന്നത്, അതുപോലെ സൂക്ഷ്മതയോടുകൂടെ വുളൂ നിർവഹിക്കുക. അതാണ് ഇഹ്സാനാക്കുക എന്നാണ്, കർമ്മത്തെ ഇഹ്സാനാക്കുക എന്ന് പറഞ്ഞാൽ. ആ ഒരു വിശ്വാസം കടന്നു വരും. കർമ്മം ചെയ്യുമ്പോൾ ഇത് അല്ലാഹു നോക്കി നിൽക്കുന്നു, നിരീക്ഷിക്കുന്നു, ഇതിൽ അതിൻ്റെ ഹൃദയഭാവം എന്താണെന്ന് അല്ലാഹു ഇപ്പോൾ നോക്കി നിൽക്കുകയാണ് എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കർമ്മത്തിലേക്ക്. അങ്ങനെയുള്ള സൂക്ഷ്മതയോടുകൂടെ വുളൂ ചെയ്താൽ ഖറജത്ത് ഖതായാഹു, അവൻ്റെ ഖതീഅത്തുകൾ പുറത്തു പോകും. ഖറജ എന്നാൽ ഉള്ളിൽ നിന്ന് പുറത്തു പോവുക. മിൻ ജസദിഹി, എവിടെ നിന്നാണ് പുറത്തു പോവുക? ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. ഹത്താ തഖ്റുജ, അങ്ങനെ അത് പുറത്തു പോകും. മിൻ തഹത്തി അദ്ഫാരിഹി, അവൻ്റെ നഖത്തിൻ്റെ അടിഭാഗത്തുകൂടെ പോലും, നഖത്തിൻ്റെ അടിയിൽ നിന്ന് പോലും അത് ശരീരത്തിൽ നിന്നും പുറത്തു പോകും. അപ്പോൾ പാപങ്ങൾ ഹൃദയത്തിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നു. അതിൻ്റെ പേരാണ് ഖതീഅത്ത് എന്ന് ലളിതമായി തന്നെ നമുക്ക് ബോധ്യപ്പെട്ടുവല്ലോ. സാധാരണഗതിയിൽ വുളൂ എടുക്കുന്നത് എന്താണ് എന്ന ബോധം പോലുമില്ലാതെ
വെറുതെ വെള്ളമൊഴിക്കുന്ന ഒരു കർമ്മമാണോ, അല്ലെങ്കിലും വെള്ളമൊഴിക്കുന്നതിൻ്റെ പേരാണോ കഴുകുക എന്നത്? ഒരു വസ്തു കഴുകുക കൈ കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളമൊഴിച്ച് കൈകൊണ്ട് അതിനെ കഴുകുന്നതിൻ്റെ പേരാണ്. കാല് കൈകൊണ്ട് കഴുകുന്നതിൻ്റെ പേരാണ്. മുഖം കൈകൊണ്ട് കഴുകുന്നതിൻ്റെ വെറും വെള്ളമൊഴിക്കുന്നതാണോ? എന്താണ് വുളുവിൻ്റെ ഇഹ്സാൻ? അതൊക്കെ നാം കൃത്യമായി ബോധ്യപ്പെടണം. എന്തിനാണ് വുളു? അതാണ് ആദ്യം ബോധ്യപ്പെടേണ്ടത്. അതൊരു കർമ്മമല്ല. വിശുദ്ധ ഖുർആൻ പോലും അതിൻ്റെ കർമ്മരൂപം വിവരിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കർമ്മമാണത്. അതിനുശേഷമുള്ള പ്രാർത്ഥന ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഞാൻ സാക്ഷിയാണ് ഒരേ ഒരു ഇലാഹേ ഉള്ളൂ എന്നതിന്, അത് അള്ളയാണ് എന്നതിന്, എന്നെ മോചിപ്പിക്കുവാൻ, എന്നെ രക്ഷപ്പെടുത്തുവാൻ, എന്നെ ശുദ്ധീകരിക്കുവാൻ, എന്നെ പാപത്തിൽ നിന്നും കഴുകി എന്നെ ശുദ്ധീകരിക്കുവാൻ ഒരേ ഒരു ഇലാഹേ ഉള്ളൂ. എനിക്ക് രക്ഷയായി, തുണയായി, തണലായി, ആശ്രയമായി എന്ന ഷഹാദത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ പാകപ്പെടുത്തിയ ആ വിശുദ്ധ ഹൃദയം നൽകപ്പെട്ട, പരിശുദ്ധി നൽകപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകനിലൂടെയാണ് ഈ മഹാസത്യം, നമുക്കറിയാതിരുന്ന ഈ സത്യം അള്ളാഹു വെളിപ്പെടുത്തി തന്നത്. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ ദൂതനും ആണ് എന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഇജ്അൽനി, അല്ലാഹുവേ ഇജ്അൽനി, എന്നെ ആക്കേണമേ, മിനത്ത് തവ്വാബീൻ, തൗബ ചെയ്ത് മടങ്ങിയവരിൽ, പാപങ്ങളിൽ നിന്നും മടങ്ങി ശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ, മടങ്ങിയവരുടെ കൂട്ടത്തിൽ വീണ്ടും എന്നെ ശുദ്ധീകരിക്കണേ, പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണേ. വജ്അൽനി മിനൽ മുതത്വഹിരീൻ, തഹൂറായി ആക്കിയവരിൽ എന്നെയും നീ പെടുത്തണമേ. എന്താണ് പരിശുദ്ധി? എന്തിൽ നിന്നാണ് ഈ പരിശുദ്ധി? മണ്ണിൽ നിന്നും അഴുക്കിൽ നിന്നും, അതായത് ബാഹ്യമായ അഴുക്കും വിയർപ്പുമാണോ? എന്തിൽ നിന്നാണ് നാം ശുദ്ധീകരിക്കപ്പെടുന്നത്? എന്തിൽ നിന്നാണ് മടങ്ങി വരുന്നത്? തൗബ ചെയ്ത് അള്ളാഹുവിനോട് പറയുന്നത് ഷഹാദത്തിനു ശേഷം. നമ്മുടെ ഹൃദയത്തിൽ ബാധിക്കുന്നത് നാം പറഞ്ഞു. ഓരോ പാപവും ഹൃദയത്തിൽ ബാധിക്കുന്നതോട് കൂടെ തന്നെ അത് ശരീരത്തിൽ കേറുന്ന അവസ്ഥയാണ്. ഇതാ സ്വലുഹൽ ജസദ് എന്ന് പറഞ്ഞ സ്വലുഹൽ കൽബു എന്ന് വിശേഷിച്ചല്ലോ. മുദാത്തുൻ വൈദാ സലുഹൽ അൽ ജസദ് കുല്ലുഹു. ഹൃദയം ശുദ്ധിയായാൽ ശരീരവും ശുദ്ധിയാകും. അപ്പൊ ശരീരത്തിലും വന്ന് ഭവിച്ചിരിക്കുന്ന ഈ പാപത്തിന്റെ അംശം പാപക്കറ, ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന, ശരീരത്തെ ബാധിച്ച പാപത്തിന്റെ അവസ്ഥയാണ് ഖതീഅത്ത് എന്ന് പറയുന്നത്. ഇതും ബാഹ്യമായി നമ്മൾ നോക്കിയാൽ കാണുന്ന ഒന്നാണോ? ഇതും ശരീരത്തിൽ ബാധിക്കുന്ന, നാം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നു എന്നും അതിലും ഒരു ദുഷ്ട എനർജി കയറുന്നുണ്ട്. ഓരോ പാപവും ശരീരത്തിൽ ഖതീഅത്ത്, അഥവാ നമുക്കതിന് പേര് പറയും ഒരു പാപ മാലിന്യം, ശരീരത്തെ ബാധിക്കുന്ന പാപ മാലിന്യം, ഒരു ബ്ലാക്ക് എനർജി, അത് ശരീരത്തിലും ബാധിക്കുന്നു എന്ന് നാം കൃത്യമായി ബോധ്യപ്പെടേണ്ടതാണ്. എന്താണ് വുളൂ എന്ന ആ പദത്തെ തന്നെ ഒന്നുകൂടെ നാം, വുളൂഇന്റെ ആ ഒരു ആത്മാവ് അതായിരിക്കട്ടെ ഈ ക്ലാസ്സിൽ. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് ഖതീഅത്തിന്റെ ഗുരുതരാവസ്ഥ എന്തൊക്കെയെന്ന് വിവരിക്കാം. കാരണം വുളൂ അത്രയും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ആ കർമ്മത്തെ വിവരിച്ചു. എന്നിട്ട് പറയുന്നത് മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരണം എന്നല്ല, പ്രയാസം വരണം എന്നല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലാകിൻ യുരീദു ലിയുതഹിറക്കും, അള്ളാഹു നിങ്ങളെ
തഹൂറാക്കാൻ ഉദ്ദേശിക്കുന്നു. വലിയുത്തിമ്മ നിഅമതഹു അലൈക്കും, നിങ്ങൾക്ക് അവന്റെ നിഅമത്ത് പൂർണ്ണമാക്കി തരാൻ ഉദ്ദേശിക്കുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ എന്ന മഹത്തായ ഗുണം അതിലൂടെ ആ ശുദ്ധീകരിക്കപ്പെട്ടവനെ ശുക്ർ ചെയ്യുവാനുള്ള ബോധം ഉത്ഭവിക്കുകയുള്ളൂ. താൻ എന്തിന് ശുക്ർ ചെയ്യണമെന്ന ഹിദായത്ത് അവനിലേക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തുഹൂറാക്കുവാൻ വേണ്ടി, ശരീരം ശുദ്ധീകരിക്കുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ഒരു കർമ്മമാണ്. അത് ചെയ്തേ അത് പൂർത്തിയാക്കാൻ പറ്റൂ. കുളിക്കുന്നതിന് മുമ്പ് ഉളു എടുക്കുന്നത് എന്തിന്? നിർബന്ധ കുളി എന്തിന്? ഇതിൻ്റെയൊക്കെ ആത്മാവ് ഉൾക്കൊള്ളണമെങ്കിൽ എന്താണ് ശരീരത്തിൽ പാപങ്ങൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളെന്ന്, പാപമാലിന്യങ്ങൾ എന്താണെന്ന്, ഖതീഅത്തുകൾ, ശരീരത്തെ ബാധിക്കുന്ന ഖതീഅത്ത്, അപ്പോൾ മാത്രമേ ഈ കർമ്മങ്ങൾക്ക് ഒരു സൂക്ഷ്മതയും ബോധവും ഉണ്ടാവുള്ളൂ. ഒതുവയുന്നു, പല വർത്താനവും പറയുന്നു, നാട്ടുവിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു കർമ്മമാണ് വുളു. എന്താണ് വുളു ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ, ഹൃദയാവസ്ഥ എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു വചനം കൂടെ നമുക്ക് പരിശോധിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ലഅൽ അബ്ദുൽ മുസ്ലിമു അവിൽ മുഅ്മിൻ, ഒരു മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ വുളു ചെയ്താൽ, ഫഗസല വജ്ഹഹു, അവന്റെ മുഖം കഴുകുന്നു, ഖറജ മിൻ വജ്ഹിഹി, അവന്റെ മുഖത്ത് നിന്നും പുറത്തു പോകും, കുല്ല ഖതീഅത്തിൻ, എല്ലാ ഖതീഅത്തുകളും, നളറ ഇലൈഹാ ബിഐനൈഹി, അവന്റെ ഇരു കണ്ണുകളെ കൊണ്ടും നോക്കിയതിന്റെ ഫലമായി കണ്ണുകളിൽ വന്ന, മുഖത്തിൽ വന്ന പാപമാലിന്യങ്ങൾ, മുഖത്തിൽ ഉള്ള പാപമാലിന്യങ്ങൾ കഴുകിക്കളയാൻ, അതുകൊണ്ട് നോക്കിയ കണ്ണുകളിൽ നിന്ന് പാപക്കറ കണ്ണിൽ നിന്ന് കഴുകിക്കളയാൻ, ഖതീഅത്ത് കണ്ണിൽ നിന്ന് കഴുകിക്കളയാൻ, അങ്ങനെ അത് കഴുകിക്കളയുന്നു, പുറത്തു പോകുന്നു. മഅൽ മായി, ആ വെള്ളത്തിന്റെ കൂടെ തുറന്നു വരിക്കുന്നു. വൈദാ ഗസല യദൈഹി, അവന്റെ ഇരു കൈകളും കഴുകുമ്പോൾ, ഖറജ മിൻ യദൈഹി, അവന്റെ ഇരു കൈകളിൽ നിന്നും പുറത്തു പോകുന്നു, കുല്ല ഖതീഅത്തിൻ കാന ബതശതുഹാ ബിയദൈഹി, അവന്റെ ഇരു കൈകളെ കൊണ്ടും പിടിച്ച തെറ്റായൊരു കാര്യം തൊട്ടതിന്റെ പേരിൽ, സ്പർശിച്ചതിന്റെ പേരിൽ, പിടിച്ചതിന്റെ പേരിൽ, വാങ്ങിയതിന്റെ പേരിൽ, കൊടുത്തതിന്റെ പേരിൽ, ചെയ്തതിന്റെ പേരിൽ, കൈകൾ കൊണ്ട് ചെയ്ത പാപത്തിന്റെ ഖതീഅത്ത്, പാപ മാലിന്യം പുറത്തു പോകുന്നു. അതേപോലെ തന്നെ വൈദാ ഗസല റിജ്ലാഹു, അവന്റെ കാലുകൾ കഴുകുന്ന സന്ദർഭത്തിൽ, ഖറജത്ത് ഖതായാഹു മിൻ റിജ്ലൈ, അവന്റെ കാലുകളിൽ നിന്നും ഖതീഅത്തുകൾ പോകുന്നു. അതിലേക്ക് നടന്ന് നീങ്ങിയതിന്റെ ഫലമായി, ഒരു കർമ്മം ചെയ്യാൻ മുതിർന്നതിന്റെ ഫലമായി കാലിൽ വന്നത്, മഅൽ മായി, ആ വെള്ളത്തിന്റെ കൂടെ, ഔ മഅ ആഖിരി ഖത്രിൽ മായി, വെള്ളത്തിന്റെ അവസാനത്തെ തുല്യങ്ങൾ പോകുന്നതോടുകൂടെ, ഹത്താ തഖ്റുജ നഖിയ്യൻ, അങ്ങനെ അവൻ നഖിയായി പുറത്തു വരുന്നു. മിനദ് ദുനൂബ്, ദുനൂബ് എന്ന് പറഞ്ഞാൽ സർവ്വ പാപങ്ങൾക്കും മൊത്തത്തിൽ പറയുന്ന പേരാണ്. ഖതീഅത്താണെങ്കിലും ഇസ്മാണെങ്കിലും സയ്യിഅത്താണെങ്കിലും മൊത്തത്തിൽ വരുന്ന പേരാണ്. ആ ദുനൂബുകളിൽ നിന്നും അവൻ മോചിതനായി ശുദ്ധീകരിക്കപ്പെടുന്നു. പ്രിയ സഹോദരന്മാരെ, ഓരോ അവയവങ്ങളും കഴുകുമ്പോഴുള്ള നമ്മുടെ ഹൃദയഭാവം എന്തായിരിക്കണം? കൈകളാൽ സംഭവിച്ചത്, കണ്ണിനാൽ സംഭവിച്ചത്, കൈകളാൽ കാലുകളാൽ സംഭവിച്ചത്, മുഖം കൊണ്ട്, ചെവി കൊണ്ട് ഒക്കെ കേട്ടത്, ഇതൊക്കെ കാതുകളിൽ, കണ്ണുകളിൽ, മുഖങ്ങളിൽ, കൈകളിൽ, കാലുകളിൽ, തൊലികളിൽ, അങ്ങനെ കണ്ണും കാതും മുഖവും കൈകാലുകളും തൊലിയും ഒക്കെ ശുദ്ധീകരിക്കപ്പെടണം. അതാണ് ഉർറൽ മുഹജ്ജലീൻ യൗതൂന ഇന്ന ഉമ്മത്തി യൗതൂന യൗമൽ ഖിയാമത്തി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് പരലോകത്ത് വരും,
ഉർറൽ മുഹജ്ജലീൻ, ഉളുവിന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നവരായി. ഈ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് പോലെ നമ്മുടെ കൈകൾക്ക്, കണ്ണുകൾക്ക്, കാതുകൾക്ക്, കൈകൾക്ക്, കാലുകൾക്ക് എല്ലാം, ശരീരത്തിൽ, തൊലികൾക്ക് ഒക്കെ ഈ പ്രകാശം ലഭിക്കണം. അതിന് ഖതീഅത്തിൽ നിന്ന് മോചിതരാകണം. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് വിവരിക്കാം എന്താണ് ഖതീഅത്ത്, അതിന്റെ ഗുരുതരാവസ്ഥ എന്തൊക്കെയെന്ന് വിവരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുവാൻ നമുക്ക് അനിഷ്ടകരമാണ് എന്ന് തോന്നുന്നുവെങ്കിലും ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ബോധ്യപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.